സോ ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ അൺബോക്സിങ് വീഡിയോ ആണ് ഗൈസ്. അൺബോക്സിങ് വീഡിയോ ചെറിയ ബഡ്ജറ്റിൽ മേടിക്കാൻ പറ്റിയ ഒരു RGB LED സ്ട്രിപ്പ് ലൈറ്റാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അടിപൊളി സാധനമാണ് ഗൈസ്. ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് സാധനം. അപ്പോൾ ഈ സാധനമാണ് ഞങ്ങൾ അൺബോക്സ് ചെയ്യാൻ പോണത് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ വില ഏതാണ്ട് 200 എത്ര കണ്ടാണ്. ഞാൻ വേണമെങ്കിൽ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഗൈസ്. അപ്പോൾ ഈ സാധനം മേടിക്കണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് പോയി നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ. അടിപൊളി സാധനം. അപ്പോൾ നമുക്കിനി അൺബോക്സിങ് നോക്കാം. ഓക്കെ, പാക്കിൽ നല്ലൊരു സമയത്ത് കപ്പ കൂട്ടിയാണ് കിട്ടുന്നത്. ഇതാണ് സാധനം. അപ്പം ഇത് ഞാൻ മാർക്കറ്റിൽ ചോദിച്ചപ്പോൾ എത്ര 420 രൂപ അത്ര കാണാൻ പറഞ്ഞു. അപ്പം എനിക്കിത് കിട്ടിയേക്കണത് 220 എത്ര കണ്ട കിട്ടിയേക്കുന്നത് എനിക്ക് കേട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരൻ സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാനിത് മെയിനായിട്ട് മേടിക്കാൻ കാരണം. റിമോട്ടിന് നമ്മുടെ ഈ സംഭവം കണ്ട ഇതിങ്ങനെ ഊരെടുത്താൽ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പം നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് പോരുന്നുള്ളൂ ഗൈസ്. ഇതാണ് നമ്മുടെ LED സ്ട്രിപ്പ് ലൈറ്റ്. ഇതാണ് വയർ കൊടുക്കാനുള്ളത്. ഓക്കെ, നമുക്കത് കണക്റ്റ് ആക്കാം. പിന്നെ അടുത്തായിട്ട് ഇത് വന്നത് ഇതിൻ്റെ ഒരു റിമോട്ടിൻ്റെ സെൻസിങ് തന്നെ കൺട്രോള് കാര്യങ്ങളും പിന്നെ ഒരു ചാർജർ കേബിൾ. ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത്. നമുക്കിത് കളയാം. ഓക്കെ, അതിന് നമ്മൾ വർക്കിംഗ് പ്രോസസ്സിലേക്കാണ് പോകാൻ പോകുന്നത്. അത് നമ്മൾ കണക്ട് ചെയ്യേണ്ട രീതിയിലൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. കണക്ട് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചാൽ. സോ ഗൈസ്, അപ്പോൾ ഇത് കണക്ട് ചെയ്യണ വർക്ക് കഴിയുമ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മുടെ ഇതിൻ്റെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഊരെടുത്ത് കളയാം. ഇതാണ് നമ്മുടെ ഐറ്റം. ഇത്ര നീളമുള്ളൂ കേട്ടോ. വളരെ ലെങ്ത് കുറവാണ്. നമ്മുടെ ലൈറ്റ്, ഈ ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ട്. അതെ, ഇങ്ങനെയാണ് സ്ട്രിപ്പ് ലൈറ്റ്. വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ, വാട്ടർ പ്രൂഫാണ്. ഇനി നമ്മൾ നേരെ ഈ ഒരു കണക്ടറിലേക്ക് ഉണ്ട്. അതെ, ഇതിലേക്ക് നമ്മൾ ഓക്കെ സൂക്ഷിച്ച് സാധനം വെച്ചില്ലെങ്കിൽ പണി കിട്ടും, ഉറപ്പാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ ബാക്കിൽ ഇതേ ഒരു പോർട്ടുണ്ട്, കുത്താം കൈന്. ഇത്രയുള്ള പരിപാടി, ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ സ്വിച്ച് എടുക്കാം. ഓക്കെ, നമ്മുടെ ലൈറ്റ് ഇവിടെ കണക്റ്റായി. ഇത് ഇവിടെ വർക്കാവുന്നുണ്ട്. നല്ല അടിപൊളി സാധനമാണ്. നല്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. ഇതാണ് നമ്മുടെ റിമോട്ട് സെൻസിങ് കണ്ടോ. ഇതാണ് നമ്മുടെ റിമോട്ട്. ഈ റിമോട്ടിലാണ് നമ്മൾ എല്ലാം ചെയ്യണത്. ഇതിനകത്ത് വേറെ ചെയ്യാൻ പറ്റില്ല. റിമോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പോയിട്ടോ. ഈ റിമോട്ടിൻ്റെ നമുക്കൊരു സംഭവം കിട്ടും. ഈ സാധനം ഇതിൻ്റെ ഈ ബാക്കിൽ ഇങ്ങനെ കയറ്റി വെച്ചാൽ ഉപയോഗം കഴിയുമ്പോൾ ഇങ്ങനെ കയറ്റി വെക്കണം. ഇങ്ങനെ കയറ്റി വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി ഫ്യൂസായി പോകുന്നു, അങ്ങനെ എന്തോ അവർ പറയണ്ടായി. അങ്ങനത്തെ ഒരു ഇഷ്യൂ അങ്ങനെ പറയണ്ടായി. അപ്പം നമ്മൾ നേരെ ഇതാണ് ഇതിനകത്ത് കയറ്റി വെക്കണം. ഇത് ഊരിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിതിൽ ഓഫാക്കിയിട്ടുണ്ട്. റിമോട്ട് സെൻസിങ് ഇവിടെ ഉണ്ട്. ഇവിടെ വെച്ചാൽ നമുക്ക് ഇതാവുള്ളൂ. അപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓണാക്കി ഈ ഓണാക്കുന്നതിന് മുമ്പ് നമുക്കിത് ഇത് ബ്ലൂ ലൈറ്റ്. എൻ്റെ പൊന്നു, ഇത് ഈ W നോക്കി കഴിഞ്ഞാൽ എല്ലാ കളറാവും. ബ്ലൂ നോക്കി കഴിഞ്ഞാൽ ഗ്രീൻ, ബ്ലൂ നോക്കി കഴിഞ്ഞാൽ ബ്ലൂ കളറാവും. ഗ്രീൻ നോക്കി കഴിഞ്ഞാൽ ഗ്രീൻ കളറാവും. റെഡ് നോക്കി കഴിഞ്ഞാൽ കളറാവും. കാരണം RGB ലൈറ്റ് എന്ന് പറഞ്ഞാൽ W നോക്കി കഴിഞ്ഞാൽ എല്ലാ കളറും, ഓൾമോസ്റ്റ് എല്ലാ കളറും. എന്തും 12 കളറാണ് നമുക്ക് ലഭിക്കണത്. 1 2 3 4 5 6
7, 8, 9, 10, 11, 12. ഓക്കെ, ഇത്രയും കളേഴ്സാണ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നത്. അത് പല മോഡും ഉണ്ട്. സ്മൂത്ത് എന്ന് പറയുന്ന മോഡുണ്ട്. കണ്ടോ, സ്മൂത്തായിട്ട് ഈ റൂമിൻ്റെ മേളിലൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് നമുക്ക് റെഡിയാക്കും. പിന്നെ ഫെയ്ഡ് ഉണ്ട്. ഫെയ്ഡ് എന്ന് വെച്ചാൽ കണ്ടോ, ചെറിങ്ങനെ ഹൈന്ന് ലോയിലേക്ക്, അതായത് ലോയിൽ ഇങ്ങനെ പതിയെ 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 വരുന്നത്. പിന്നെ ഇതിനകത്ത് സ്ട്രോബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതും ഇതേ ഏകദേശം ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഫ്ലാഷ് ഉണ്ട്, ഇതിങ്ങനെ ഒരു ലൈറ്റ് ഇങ്ങനെ മാറി മാറി കത്തണത്, അത്ര സംഭവങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് അപ്പ് ഉണ്ട്, ഡൗൺ ഉണ്ട്. ഈ അപ്പ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറുതായിട്ട്, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ബ്ലൂ സെലക്ട് ചെയ്തപ്പോൾ താഴത്തേക്ക് അപ്പ് ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞ്, അപ്പോൾ അതായത് താഴത്തെ ലൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ അപ്പ് ആയി കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പവറൊന്ന് കൂടും. ഇതൊക്കെയാണ് സംഭവം. അടിപൊളി ലൈറ്റ്സ് ആണ്. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഭവമാണ്. ഇതേപോലെ തന്നെ അൺബോക്സിങ് വീഡിയോസ് ഇനി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഫുൾ പ്രോസസ്സ്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫുൾ പ്രോസസ്സിങ് കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ ഇനി മുതൽ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഇതായിരിക്കും ഗൈസ് വരുന്നത്. എൻ്റെ ഒരു പാട്ട് ഉണ്ട് കേട്ടോ, അടിപൊളി പാട്ടാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. മെയിനായിട്ട് അത്രേ ഉള്ളൂ. മറന്നുപോയി, ഈ സാധനം വർക്ക് ചെയ്യിപ്പിച്ച് ഓഫ് ചെയ്തില്ലെങ്കിൽ ഈ സാധനത്തിൽ പണി കിട്ടും. ശരിക്കും നമ്മൾ ഈ സാധനമൊക്കെ എടുക്കുമ്പില്ലേ സൂക്ഷിച്ചും കണ്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകട്ടോ. ഇത് കൊണ്ടുവന്ന് ഞാൻ അൺബോക്സിങ് ചെയ്ത് നിങ്ങൾക്ക് വർക്കിംഗ് പ്രോസസ്സ് കാണിച്ചത് ആദ്യത്തെ വീഡിയോ എടുത്തപ്പോൾ ഈ സാധനം വർക്കാവുണ്ടായില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായത് ഞാൻ ഈ റിമോട്ടിൻ്റെ ഈ സാധനം നിങ്ങൾ ഇതാക്കി വെച്ചേക്കണായിരുന്നു. പിന്നെ റിമോട്ടിൻ്റെ ബട്ടന് ഇതായിരിക്കണായിരുന്നു. അതൊക്കെ ഞാൻ റെഡിയാക്കി. വേറെ പ്രോസസ്സിംഗ് ഒന്നും ചെയ്യാണ്ട് വന്നില്ല. അപ്പോൾ അതെ ഇത്തരം സാധനങ്ങൾ, ഇതൊരു അടിപൊളി RGB സെറ്റപ്പാണ്. പിന്നെ സോ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ വ്ളോഗല്ല അൺബോക്സിങ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനൊക്കെ താഴത്ത് എനേബിൾ ചെയ്ത് വെച്ചോ. എന്നാലേ ഇനിയും അൺബോക്സിങ് വീഡിയോ, വെറൈറ്റി അൺബോക്സിങ് വീഡിയോ, എൻ്റെ ചാനലിലെ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് ഞാനിപ്പോൾ അൺബോക്സ് ചെയ്തത്. എന്നാലും കുഴപ്പമില്ല, സാധനങ്ങളൊക്കെ വരുമ്പോൾ പാക്ക് ഫുൾ ഡാമേജ് ആയിരുന്നു കേട്ടോ. അത് ആ പ്ലാസ്റ്റിക് ഒക്കെ ഫുൾ ഡാമേജ് ആയിരുന്നു. അതിങ്ങനെ ചളങ്ങി ആകെ ചുളുങ്ങി കയറിയിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്നാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് സാധനം വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റിയത്. നല്ലോണം ഒട്ടണൊക്കെ ഉണ്ട്, മതിലുമൊക്കെ നല്ലോണം ഒട്ടുണ്ട്. ഞാൻ ഒട്ടിച്ച് വയ്ക്കുന്നതാണ്, പെർഫെക്റ്റായിട്ട് ഒട്ടണൊക്കെ ഉണ്ട്. ഈ സാധനം പിന്നെ ഒട്ടിച്ചിട്ട് പറിക്കുമ്പോഴാണ് ഒരു തന്നെ. പിന്നെ എൻ്റെ കൂട്ടാനടുത്ത് ഞാൻ വിളിച്ചു വെച്ചപ്പോൾ അവൻ പറഞ്ഞതാണ്, ഈ സാധനം നമ്മൾ ഈ ടേബിൾമേക്ക് ഒട്ടിക്കൂലേ, ടേബിൾമേക്ക് ഒട്ടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കർവായിട്ടുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഒട്ടിക്കുമ്പോൾ മേശ നീക്കിയിടുമ്പോൾ എന്ന് വെച്ചാൽ ഈ ലീഡിൻ്റെ ഈ സ്ട്രിപ്പിൻ്റെ ഈ ലൈറ്റില്ലേ, ഈ ലൈറ്റ് അവിടെ മതിലുമ്പോൾ കൊണ്ടിട്ട് നേരെ അത് ഡാമേജ് ആയി പോകുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ആ ലൈറ്റ് ഒരിക്കലും യൂസ് ആക്കാൻ പറ്റില്ല. ആ കുറച്ച് ഭാഗം, അതായത് ആ ഒരു ഇത്ര ഉണ്ടാവില്ല, കുറച്ച് ഭാഗം, ആ കുറച്ച് ഭാഗം തന്നെ ഡാമേജ് ആയി പോകും. പിന്നെ നിങ്ങൾക്ക് ആ ലൈറ്റ് ഇട്ടിട്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ചിലവർ 2 മീറ്ററൊക്കെ മേടിക്കണുണ്ടാവും. ഞാനിപ്പോൾ ഈ മേടിച്ചത് 5 മീറ്ററിനാണ്. കാരണം വെച്ചാൽ 5 മീറ്റർ ഇവിടെ ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാനാണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് വന്നത് ഒരു ഹെഡ്ഫോണിൻ്റെയും നല്ല അടിപൊളി ഹെഡ്ഫോണാണ്. ഏതായിരിക്കും നിങ്ങൾ ഗസ് ചെയ്യിട്ട, എന്നാലും ചെറിയ വിലക്ക് മേടിക്കാൻ പറ്റിയൊരു ഹെഡ്ഫോണാണ് ഗൈസ്. അപ്പം നിങ്ങൾക്കും ഇത് മേടിക്കണമെങ്കിൽ ഞാൻ എന്തായാലും അത് വരുന്നെങ്കിൽ ഒരു 18-ാം തീയതി പോകും. 18-ാം തീയതി ആകുമ്പോഴത്തേക്കും സാധനം വരും. 18-ാം തീയതി രാത്രിയാകുമ്പോഴത്തേക്കും സാധനം വരും. അപ്പോൾ ഗൈസ്, നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ഈ അൺബോക്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. താഴെ ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി വെച്ചേരി, എന്നാലേ ഞാൻ ഇടണ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും വരുള്ളൂ. അപ്പോൾ എൻ്റെ ചാനലിലെ ഫസ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ് ഗൈസ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ബൈ.